ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളുടെ ഇടയിൽ മുഹറം 10-ൻ്റെ ആശംസകൾ കൈമാറുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അതെ, ആശംസകൾ കൈമാറുക എന്നത് സുന്നത്തായിട്ടുണ്ട്. അത് എപ്പോഴാണ്? വർഷാരംഭത്തിൽ, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന സംഭവം. ഇത് വർഷത്തിൻ്റെ ആരംഭം മാത്രമല്ല, മാസങ്ങളുടെ ആരംഭത്തിലും ഇസ്ലാമികമായിട്ട് ആശംസ നേരുന്നത് സുന്നത്തായിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം മാസം പറവിയെടുക്കുന്ന അവസരത്തിൽ ഒരു നവവത്സരം എന്ന നിലയിൽ ആശംസകൾ കൈമാറുക അത് സുന്നത്താണ്. ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ വർഷാരംഭം എന്നത് മുസ്ലിമീങ്ങൾക്ക് മുഹറം കൊണ്ടാണ് പരിഗണിക്കേണ്ടത്, ജനുവരി അല്ല. അള്ളാഹു മാസങ്ങളുടെ ക്രമീകരണം നിർവഹിച്ചതും ആ നിലക്കാണ്. 12 മാസങ്ങളാണ് അള്ളാഹുവിൻ്റെ രേഖയിലുള്ളത് എന്ന് പറയുന്നിടത്ത് മുഹറം ഉൾപ്പെടെയുള്ള മാസങ്ങളെക്കുറിച്ചാണ് പരാമർശം. അപ്പോൾ നമുക്കൊരു വർഷത്തിൻ്റെ ആരംഭം അത് മതപരമായി മുഹറമിൻ്റെ പറവിയോടുകൂടിയാണ്. ഒരു വർഷാരംഭം എന്ന നിലയിൽ ആ സമയത്ത് ആശംസകൾ കൈമാറുന്നത് സുന്നത്താണ്, അടിസ്ഥാനപരമാണ്. മുഹറവുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ചില ആയുധപ്രയോഗങ്ങൾ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അത് ഇസ്ലാമികമാണോ? അതെ, കേരളത്തിലൊന്നും കാണപ്പെടുന്നില്ലെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലും ഇതര രാഷ്ട്രങ്ങളിലുമൊക്കെ ഷിയാ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് കാനേശന്മാർ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള പിഴച്ചൊരു വിഭാഗം, അഥവാ മതപരമായ ഒരു ഇസ്ലാമിൻ്റെ പുറത്തുള്ള കക്ഷികളാണ്. അത്തരം ഒരു വിഭാഗം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ട മാസമാണ് മുഹറം. ആ നിലക്ക് അവർ ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിനോടുള്ള അവരുടെ ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു ദിവസത്തെ അങ്ങനെ ആവിഷ്കരിച്ചെടുത്തിട്ട് യുദ്ധസമാനമായൊരു സാഹചര്യം, ആയുധം സ്വന്തം കയ്യിലേന്തി സ്വന്തം മാറത്തടിച്ച് രക്തമൊലിപ്പിക്കുന്നൊരു സംഭവം ഇവിടെ തമിഴ്നാട്ടിലും മറ്റുമൊക്കെ കാണാവുന്നതാണ്. ഇത് ഇസ്ലാമികമായ അടിസ്ഥാനരഹിതമാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ കുറേ പാതകമോ മറ്റോ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനുകരിക്കുകയോ അത് പ്രകടിപ്പിക്കുകയോ ആവിഷ്കരിക്കുകയോ ചെയ്യുക എന്നത് ഇസ്ലാമികമായ അടിസ്ഥാനരഹിതമാണ്. നമുക്കതിൽ ഭാഗവാക്കാവാനോ അതിനോട് കൂറ് പുലർത്താനോ സാധ്യമല്ല. ഇസ്ലാമികമായിട്ട് അതിന് പ്രമാണ തെളിവ് ഇല്ലെന്നർത്ഥം.